ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് നിങ്ങളെ കാണിച്ചിടാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ പറയാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ പോയി കാണാം. ആദ്യം എനിക്ക് പോകേണ്ടായിരുന്ന സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. പാലച്ചോട് സ്റ്റുഡിയോയിലാണ്. ഞാൻ ആദ്യം ബസ് പോകുന്ന വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ബസ് നടക്കില്ല, ഊബറെ രക്ഷയുള്ളൂ. കാരണം ബിക്കോസ് അവിടേക്ക് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കാക്കനാട് ഇറങ്ങിയിട്ട് കുറേ പിന്നെയും പോകാനുണ്ടായിരുന്നു. ഓട്ടോ പോയപ്പോഴും എനിക്ക് കുറേ ദൂരം പോയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്ലാറ്റിൽ നിന്ന്. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പണ്ട് ചെയ്തിരുന്നു എന്നല്ലാതെ ഇപ്പോൾ കുറേ ആയിട്ടൊന്നും ചെയ്യാറില്ല. അപ്പം അതിൻ്റെ ടെൻഷനാണ് ആ മുഖത്ത് നിങ്ങൾ കാണുന്നത്. കൂടെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇതിൻ്റെ ഔട്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ 3 പാട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റും കേട്ടോ യൂട്യൂബിൽ. നോക്കണ്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ച പാട്ടിന് ചുമ്മാ ലിപ്സിങ് ചെയ്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്കൊക്കെ പോയി ഫുഡ് കഴിക്കുന്നു കേട്ടോ, ഹോട്ടലിൽ പോയി. അത് കഴിഞ്ഞ് ബസ് കയറി പാലാരിവട്ടം എത്തണം. നമുക്ക് ചെറിയൊരു പണിയുണ്ട്. കാരണം നന്ദുനെയും കൊണ്ടൊന്ന് ഹെയർ കട്ട് ചെയ്യിപ്പിക്കാൻ പോകണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പണികൾ. അപ്പം ഞാൻ പാലാരിവട്ടം ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ മെട്രോയിലേക്ക്. അങ്ങനെ ഞാൻ മെട്രോ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നീഹും നന്ദു എത്തി കേട്ടോ. ഞാൻ അവരുടെ വീഡിയോ എടുക്കുമ്പോൾ നീഹു എന്തൊക്കെ കമൻറ്റൊക്കെ അടിക്കണ്ടേ നന്ദുവിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യേണ്ട സ്ഥലത്തെത്തി. ഓഫ് കോഴ്സ് ഞങ്ങൾ പോയത് J7 സലൂൺ ബൈ ജെറിയിൽ തന്നെയായിരുന്നു. ബിക്കോസ് അവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഹെയർ കട്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും നീഹും അവിടെ പുറത്ത് ആദ്യം വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ബിക്കോസ് നന്ദുവിന് ഹെയർ വാഷൊക്കെ ചെയ്ത് നന്ദു ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഫിക്സൊക്കെ ചെയ്ത് നന്ദുവിൻ്റെ ഓരോ കോപ്പറായി ഞാൻ നേരെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും നേഹു ഇരുന്നും കിടന്നൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി പോസ്റ്റാണല്ലോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ, അതുകൊണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോസൊക്കെ പുറത്തോട്ടെ എന്നെ നേഹനോ അടിച്ചു കൊല്ലുമെന്നാണ് നന്ദു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തേ പറ്റുന്ന തികച്ചും യാദൃശികം മാത്രം. അതൊക്കെ കഴിഞ്ഞ് നന്ദുവിൻ്റെ ഹെയർ കട്ടൊക്കെ ഒരുവിധം കഴിയാനായിട്ടുണ്ട്. പിന്നെ നന്ദുവിൻ്റെ ടെൻഷൻ നോക്കണ്ട കേട്ടോ ഗൈസ്. നന്ദു ഓൾറെഡി ഹെയർ ലോസ് ചെറുതായിട്ട് വന്നിട്ട് നന്ദു ഓൾറെഡി ഭയങ്കര ടെൻസ്ഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ മുഖത്തുണ്ട്. പക്ഷെ അവസാനത്തെ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നന്ദു ഗോസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് നന്ദുവിനെ കാണാൻ വേണ്ടി. ഇതായിരുന്നു കേട്ടോ നന്ദുവിൻ്റെ ഫൈനൽ ലുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന ആലോചിച്ച് കുറേ തിരിഞ്ഞടിച്ചപ്പോഴാണ് പനമ്പള്ളി നഗറിൽ പോയി ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ. അവിടെ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ടല്ലോ. എൻ്റെ മനസ്സിൽ ഷെഫ് മോമോസിൽ റാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പോകുന്ന സമയത്ത്. കാരണം ഒരു പ്രാവശ്യം ഞാൻ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്ദു നീഹും വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പോകുന്ന വഴി കുറേ സ്നാക്സ് ഉള്ള ഒരു ടീ ഷോപ്പ് കണ്ടു കേട്ടോ. അവിടെ നീഹുന്ന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ നീഹുവിനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നീഹുവിന് റാമന് ഇഷ്ടമല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുത്ത് കയ്യിലാക്കണ്ടേ. അങ്ങനെ കോഫ്ത ഓർഡർ ചെയ്തു. സംഭവം എന്താ വെച്ചാൽ അതൊരു കട്ട്ലറ്റിൻ്റെ മുകളിൽ കുറച്ച് മയനൈസ് കിട്ടുന്ന സാധനമായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷിഫു മോമോസിലെത്തിയിട്ടോ. അവിടെ നമ്മൾ 3 ഐറ്റംസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ആദ്യം വന്നത് ബോബാട്ടി ആയിരുന്നു. അത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, എനിക്ക് അത്ര പിടിച്ചില്ല. എന്തായാലും കുഴപ്പമില്ല. ബോബയൊക്കെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നീഹുവിനത് വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് തോന്നി. എനിക്ക് അത്രയും തോന്നിയില്ല, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ റാമൻ വന്നു. ഓഫ്, അടിപൊളിയായിരുന്നു. ആ സൂപ്പും നൂഡിൽസും ബോയിൽഡ് എഗ്ഗും. നന്ദുവിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് എത്ര അടിപൊളിയായിരുന്നു. നന്ദു എൻ്റെ ഇവിടെ കൂടെ തലയിട്ട് വന്നിട്ടുണ്ടായിട്ടോ. നീഹുവിൻ്റെ വീഡിയോയിൽ രക്ഷപ്പെടാൻ വേണ്ടി വന്നാൽ നോക്കുമ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചീസ് മോമോസ് ആയിരുന്നു. അതും അടിപൊളിയായിരുന്നു. പക്ഷേ ശരിക്കും അവിടുത്തെ അഫ്ഗാനി മോമോസ് കഴിക്കാനായിരുന്നു വന്ന്. എപ്പോഴും കിട്ടാറില്ല. എപ്പോൾ പോയി ചോദിച്ചാലും അത് തീർന്നിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൊക്കെ വന്നാലേ അത് കിട്ടുന്നുണ്ടാവുള്ളൂ. ഞങ്ങൾ അതും കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് പോകുന്ന ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഫ്രൂട്ട് ബേ കണ്ടത്. നീഹുവിന് ഫ്രൂട്ട് ബേ കണ്ടു കഴിഞ്ഞാൽ ഷുഗർ ക്രേവിങ്സ് വരും. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു കോംബോ ഓർഡർ ചെയ്തു. അതിനകത്ത് കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മാംഗോ, ഓറിയോ, റെഡ് വെൽവെറ്റ്, അങ്ങനെ ഒരു 6 ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയെന്ന് ഞാൻ പറയുന്നില്ല, ചില ഫ്ലേവേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് അതിനകത്ത് പേഴ്സണലി ഇഷ്ടമായത് ഓറിയോൻ്റെയും പിന്നെ റെഡ് വെൽവെറ്റും ആയിരുന്നു. അത് കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് ഇത് കഴിച്ചു തീർക്കാൻ പറ്റാതെ ഞങ്ങൾ കുറേ നേരം അത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം എല്ലാം മധുരമായിട്ട് മധുരം മത്ത് പിടിക്കുമായിരുന്നു. ഞങ്ങൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വായ ഒന്നതാവാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഫൈനലി ഞങ്ങൾ എല്ലാവരും കൂടെ അതങ്ങ് കഴിച്ചു തീർത്തു. സോ മിഷൻ കംപ്ലീറ്റഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പേ ഒക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് സ്മാർട്ട് ബസാറിലാണ്, റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിൽ. ഞങ്ങൾ നന്ദുവിന് നൈറ്റ് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് പോവുമായിരുന്നു. കണ്ടില്ലേ, നീ സൈഡായി.
നന്ദു അവിടെ നിന്ന് എന്തൊക്കെയോ കോപ്രായം, ഞാൻ വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് കോപ്രായം കാണിക്കുകയാണ്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. നൈറ്റ് ഡ്രസ്സ് മാത്രമല്ല, നോർമലി നമുക്ക് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നല്ല കളക്ഷൻ ഉണ്ട്. കൂടാതെ അതിനൊക്കെ പ്രൈസ് റേഞ്ച് കുറവുമാണ്. ആദ്യം ഞാൻ കുറേ തിരിഞ്ഞടിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടും വേറൊരു സാധനം കൂടെ ഞാൻ എടുത്തു. പോകുന്നില്ല ഡയറക്റ്റ് ഫ്ലാറ്റിലേക്ക്. അപ്പോൾ ബൈ ഫ്രം അഖില. ബൈ.